നിർമ്മല കോളേജ് ഓട്ടോണോമസ് കോളേജാണ് മൂവാറ്റുപുഴ. അപ്പോൾ നിർമ്മല കോളേജിൽ കുറച്ച് പെൺകുട്ടികൾക്ക്, മുസ്ലിം മതവിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനായിട്ട് റൂം വിട്ടുകൊടുത്തില്ല, നിസ്കരിക്കാൻ അവർക്ക് സ്പേസ് കൊടുക്കുന്നില്ല എന്നുള്ളൊരു കാരണം, അതിൻ്റെ മുകളിലുണ്ടായ കുട്ടികളുടെ പ്രതിഷേധം, ഇതിൽ നിന്ന് സോഷ്യൽ മീഡിയ ചർച്ചകൾ, 24/7 ചാനൽ ചർച്ചകൾ, ഇതൊക്കെയാവും ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്നലെ മുതൽ ഞാൻ ഇങ്ങനെ ഇരുന്ന് കാണുന്നുണ്ട് ഈ സാധനങ്ങൾ മൊത്തം. എൻ്റെ ചാനൽ കാണുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, സീക്രട്ട് ഏജൻറ് എന്ന് പറഞ്ഞ ഈ ചാനലിൽ ഇരിക്കുന്ന സായി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഞാൻ പേഴ്സണൽ വ്യക്തിയാണെങ്കിലും, സീക്രട്ട് ഏജൻറ് എന്നുള്ള രീതിയിൽ അഭിപ്രായം പറയുന്ന ഈ സോഷ്യൽ മീഡിയ ഫേസ് ആണെന്നുണ്ടെങ്കിലും, എനിക്ക് ഈ ജാതി മതം ദൈവം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴത്തേക്ക് എനിക്ക് ആ ഒരു കോൺസെപ്റ്റിനോട് ഒട്ടും താല്പര്യമില്ല. എനിക്കത് ഡൈജസ്റ്റ് ആവില്ല. ഞാൻ പറഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഹിന്ദുവിനെ പറഞ്ഞു, മുസ്ലിമിനെ പറഞ്ഞു, ക്രിസ്ത്യനെ പറഞ്ഞു എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മാറും. ഓക്കെ, ദൈവം എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഹിന്ദുവിൻ്റെ ദൈവം, മുസ്ലിമിൻ്റെ ദൈവം, ക്രിസ്ത്യൻ്റെ ദൈവം, ഇത് പറയേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. ഒരു ദൈവം, ആ ദൈവത്തിലും മനുഷ്യന്മാർ വിശ്വസിക്കുന്നു. അങ്ങനെ ആയിരുന്നെങ്കിൽ പിന്നെയും ഓക്കെയാണ് അല്ലേ? അതല്ല, എല്ലാവർക്കും സെപ്പറേറ്റ് ദൈവങ്ങളുണ്ട്. ഈ ദൈവങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെട്ടിയും കുത്തിയും ചാവാൻ ആളുകളുണ്ട്. ഈ ദൈവത്തിന് വേണ്ടി മതങ്ങളുണ്ടാക്കി ഈ മതം എന്ത് ചെയ്യുന്നിപ്പോൾ ബ്രീഡ് ചെയ്യാണ് കേരളത്തിൽ. ഞാൻ പച്ചയ്ക്ക് പറയും, ഇവിടെ നടക്കുന്നത് എന്താ അറിയാം, മതം ബ്രീഡ് ചെയ്യാൻ. മനസ്സിലായ? അതിലെല്ലാവരും പെടും. പിന്നെ മുസ്ലിം തീവ്രവാദം അത് മതി. കൂടുതൽ ഡെക്കറേഷൻ മുസ്ലിം തീവ്രവാദം, അങ്ങനെയാണ് ഹിന്ദു തീവ്രവാദം, ക്രിസ്ത്യൻ തീവ്രവാദം ആര് ചെയ്താലും തീവ്രവാദമാണ്. ഓക്കെ, അത് ഈ ചാനൽ ചർച്ചകളും സോഷ്യൽ മീഡിയയിൽ വരുന്ന പോസ്റ്റുകളും കാണുമ്പോൾ ആക്ച്വലി ഇവർക്കൊരു ഇഷ്യൂ ഉണ്ടാവുകയാണോ വേണ്ടതെന്നുള്ളത് വരെ ഞാൻ പേടിച്ചു പോയി. ഫ്യൂവൽ ചെയ്യാണ്, സത്യത്തിൽ ഫ്യൂവൽ ചെയ്യാണ് ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജനം ടി വിയിലൊക്കെ എന്താ സംഭവിക്കുന്നത്? ഇതിലൊരു തീരുമാനം ഉണ്ടാക്കണം, അല്ലെങ്കിൽ കുട്ടികൾക്കൊരു തെറ്റ് പറ്റിപ്പോയി അതല്ലേ പറയണ്ടേ? ഇത് അതിന് വരെ ഇരുന്നിട്ട് അബ്ദുള്ളയും തമ്മിലും പിന്നെ മറ്റേ ആരിഫ് ഹുസൈൻ തമ്മിൽ, ഇവരൊക്കെ തമ്മിലും മതങ്ങളെ പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും പൂരത്തല്ലും വെട്ടുവിളി, എന്നിട്ട് ഇറങ്ങിപ്പോക്കും കാര്യങ്ങളും ഒരു സൈഡിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നിർമ്മല കോളേജിൽ എന്ത് സംഭവിച്ചു എന്നുള്ളൊരു ഇഷ്യൂ ഞാൻ ചുരുക്കി പറഞ്ഞുതരാം. കുറച്ച് കുട്ടികൾക്ക് നിസ്കരിക്കാൻ ആ ഒരു വെള്ളിയാഴ്ച സമയത്ത് അവർ കുറച്ച് കാലമായിട്ട് അവിടുത്തെ റെസ്റ്റ് റൂമുണ്ട്. ഓക്കെ, കുട്ടികൾക്ക് പോവാം, ഇടയ്ക്ക് അവിടെ ഇരിക്കാം, മൊബൈലൊന്ന് നോക്കാം, സംസാരിക്കാം, അവർക്ക് അങ്ങനെ ഒരു റെസ്റ്റ് റൂമാണ്. ഈ റെസ്റ്റ് റൂമിൽ കുറച്ച് കുട്ടികൾ നിസ്കരിക്കാൻ പോയ സമയത്ത് അവിടെ നിസ്കരിക്കാറുണ്ട് എന്നാണ് അറിവ്. ഇവിടെ ഒരു സ്ക്രീൻഷോട്ടിൽ അവർ പരാതി എഴുതി കൊടുത്തതിൽ അവർ എത്രയോ വർഷങ്ങളായിട്ട് അവിടെ നിസ്കരിക്കുന്നു എന്നൊക്കെ എഴുതി കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ എന്താണെങ്കിലും ഇങ്ങനെ അവിടെ നിസ്കരിക്കുന്ന കുറച്ച് 3-4 പെൺകുട്ടികൾക്ക് ഈ ബാക്കിയുള്ള കുട്ടികൾ ഇപ്പോൾ നിസ്കരിക്കുന്ന സമയത്ത് എന്താ ഉണ്ടാവുക, മൊബൈൽ കളിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആവും, സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഡിസ്റ്റർബൻസ് ആവും. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുട്ടികൾ എന്ത് ചെയ്യും, ഈ 4 കുട്ടികൾ ഇങ്ങനെ വന്ന് നിസ്കരിച്ച് പോകുന്നതുകൊണ്ട് നമ്മളുടെ ടൈമാണല്ലോ പോകണമെന്നുള്ള നിലയ്ക്കായിരിക്കാം ഇവർ പോയിട്ട് അവിടെ കംപ്ലയിൻറ്റ് കൊടുക്കും. എനിക്ക് അതിലും ഒരു ദുരൂഹത ഉള്ള കാര്യം പറയാമല്ലോ, പറയുമ്പോൾ 2 സൈഡും പറയണം. ഓക്കെ, അതായത് ഈ കുട്ടികൾ നിസ്കരിക്കുന്ന സ്ഥലത്ത് നിന്ന് ആരാണ് അവിടെ പോയിട്ട് ഈ ആയമാരുണ്ടാവുമല്ലോ നമ്മളെ കോളേജിൽ, ഓക്കെ, അങ്ങനത്തെ സ്റ്റാഫുകളോട് പോയിട്ട് കംപ്ലയിൻറ്റ് ചെയ്തു, ചേച്ചിമാരോട് കംപ്ലയിൻറ്റ് ചെയ്തു. ചേച്ചിമാരെന്ത് ചെയ്തു, ഈ കുട്ടികളോട് അവിടുന്ന് മാറാൻ പറഞ്ഞു. അങ്ങനെ ഈ കുട്ടികൾക്ക് വേണ്ടി ചോദ്യം ചെയ്യാൻ വേണ്ടി കുറേ പയ്യന്മാരെന്ത് ചെയ്തു, പ്രിൻസിപ്പളിൻ്റെ റൂമിൽ പോയി. പ്രിൻസിപ്പളിൻ്റെ റൂമിലെത്തിയപ്പോഴത്തേക്ക് പ്രിൻസിപ്പൾ പറഞ്ഞു, വർഷങ്ങളായിട്ട് ഈ കോളേജിന് നടത്തിപ്പ് രീതികളും കാര്യങ്ങളും ഉണ്ട്. പിന്നെ ഈ കോളേജിൻ്റെ 100-200 മീറ്റർ അടുത്ത് സ്ത്രീകൾക്കടക്കം പോകാൻ പറ്റുന്ന രീതിയിലുള്ള പള്ളിയുണ്ട്. അപ്പോൾ ആ പള്ളിയിൽ പോയിട്ട് ഇവർക്ക് എന്ത് ചെയ്യാം, ഉച്ചയ്ക്ക് നിസ്കരിക്കാം. ചെക്കന്മാർ വിട്ടില്ല, കാട്ടലമ്പ്, അവിടെ കാണാൻ ഒച്ചയും വിളിയായി, പ്രശ്നങ്ങളായി. ലാസ്റ്റ് പ്രിൻസിപ്പൾ കുറച്ച് പേരെ സംസാരിക്കാൻ വിളിച്ച സമയത്ത് അവിടെ അലമ്പാക്കി. ലാസ്റ്റ് പ്രിൻസിപ്പൾ പറഞ്ഞ പോലെ കുറച്ച് പയ്യന്മാർ കയറി സംസാരിച്ചു. ഇപ്പോൾ പറയുന്നുണ്ട് SFI ആണ് ഇവിടെ ജയ് വിളിച്ചത്, MSF ആണ് ജയ് വിളിച്ചത്, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. ഞാൻ നോക്കുന്ന സമയത്ത് പയ്യന്മാരാണെങ്കിലും അവർക്ക് ആ ഒരു വികാരം പൊട്ടൂലൂടെ, ആരടാ അത് ചെയ്തത് എന്നുള്ള രീതിയിലുള്ള സംഗതി. കാരണം SFI തള്ളി, MSF തള്ളി, അവരാരും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട പയ്യന്മാരും കൂടി കയറിയിട്ടാണ് ഈ 3-4 പെൺകുട്ടികൾക്ക് വേണ്ടി ചോദിക്കാൻ കയറിയിട്ടുള്ളത്. നമ്മളെ സുഹൃത്തുക്കളായ 4 കുട്ടികളെ നമസ്കാര റൂമിൽ നിന്ന് നമസ്കരിക്കാണ്ട് ഇറക്കി വിട്ടു വരും, നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. അതാണ് അതിനും നമസ്കരിക്കാൻ വേണ്ടി ഒരു റൂം പോലും ഇവിടെ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഇങ്ങനെ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല. അതാണ് ഇപ്പൊ നിലവിൽ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ കാരണം. എന്താണെന്നുണ്ടെങ്കിലും അവരത് അലമ്പാക്കി, അത് പുറത്തറിഞ്ഞു, ആകെ പ്രശ്നമായി. ലാസ്റ്റ് അവിടുത്തെ മഹൽ കമ്മിറ്റി തന്നെ, ഓക്കെ, അവർ തന്നെ എന്ത് ചെയ്തു, കുട്ടികൾക്ക് തെറ്റുപറ്റി, മൂവാറ്റുപുഴയിലെ മഹൽ കമ്മിറ്റി
ഞങ്ങൾ മൂവാറ്റുപുഴ താലൂക്കിലെ മുസ്ലിം ജമാഅത്തുകളിലെ ലീഡിംഗ് ആയിട്ടുള്ള നഗരസഭാ അതിർത്തിയിലുള്ള 2 മഹല്ലുകളുടെ ഭാരവാഹികളും ഇമാമുമാരുമാണ് നിർമ്മല കോളേജിലെ മാനേജ്മെൻറ്റും പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാൻ എത്തിയത്. വളരെ സൗഹാർദ്ദപരമായ അന്തരീക്ഷത്തിലാണ് അവരുമായി ചർച്ച നടന്നിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായ ഒരു നടപടിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആശയങ്ങളെക്കുറിച്ചല്ല ഞങ്ങൾ സംസാരിച്ചത്. കോളേജിൽ കഴിഞ്ഞ ദിവസമുണ്ടായ സംഭവങ്ങൾ അനിഷ്ടകരമാണ് എന്നാണ് ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളത്. കുട്ടികൾക്ക് തെറ്റുപറ്റി എന്നുള്ളത് മഹല്ല് കമ്മിറ്റി സമ്മതിച്ചു. ഓക്കെ, അങ്ങനെ ഒരു സംഭവം നടക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. എന്തായാലും നടന്നു. കുട്ടികളുടെ വിവരമില്ലായ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അവർ അങ്ങനെ പോയി. ഇനി ഒഫീഷ്യലി നിർമ്മല കോളേജിൻ്റെ ഭാഗത്തുനിന്ന് ഫാദർ വന്നിട്ട് എന്താണ് സംഭവം ഉണ്ടായെന്നുള്ളതും വിവരിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ജൂലൈ 26 വെള്ളിയാഴ്ച കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം അത്രയും പുലർത്തിപ്പോരുന്ന അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത്. കഴിഞ്ഞ 71 വർഷമായിട്ട് ഈ കോളേജ് പുലർത്തിപ്പോന്നിരുന്ന ഈ നിലപാട് അത് ശക്തമാണ്, വ്യക്തമാണ്, സുതാര്യമാണ്. അത് ഒരിക്കൽ കൂടി പൊതുസമൂഹത്തെ അറിയിക്കുന്നു എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. നിർമ്മല കോളേജ് ഈ കലാലയത്തിൽ ഇത് നാളിതുവരെ പൊതുസമൂഹം ഇതിനെ പിന്തുണയ്ക്കുന്നതിനും അംഗീകരിക്കുന്നതിനും സ്നേഹിക്കുന്നതിനിടയാക്കുന്നത് ഈ നിലപാടാണ് എന്നാണ് നമുക്ക് ഈ ദിവസങ്ങളിൽ മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസ്തുത വിഷയത്തിന്മേൽ തെറ്റായ പ്രചരണങ്ങളിലൂടെ അനാവശ്യമായ സ്പർദ്ധ വളർത്താൻ ഇടയാക്കരുത് എന്നാണ് പൊതുസമൂഹത്തോട് എനിക്ക് വിനീതമായിട്ട് അഭ്യർത്ഥിക്കാനായിട്ട്. കോളേജിൻ്റെ 30 മീറ്റർ ദൂരത്തിൽ ഒരു മഹൽ അവർക്കുണ്ട്. അപ്പോൾ അവിടെ ഈ കുട്ടികൾ പോയിക്കൊണ്ടിരുന്നതാണ്. അവിടെ പോകാനായിട്ട് അവർക്ക് അവസരമുണ്ട്. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിക്കുന്നതാണ് നല്ലത്. ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ അവരോട് പറഞ്ഞ ചേച്ചിമാരോട് മറ്റു കുട്ടികൾ ഇത് ചെയ്തിരുന്ന സ്ഥലം ഈ ലേഡീസിന് വേണ്ടിയിട്ടുണ്ടായിരുന്ന അവരുടെ റെസ്റ്റ് റൂമായിരുന്നു. അപ്പോൾ ഉച്ച സമയത്ത് അവർക്ക് ഭക്ഷണം കഴിക്കാനും പിന്നെ അത്യാവശ്യം മൊബൈൽ നോക്കണമെങ്കിൽ എന്തെങ്കിലും പാട്ട് പാടണമെങ്കിലോ അങ്ങനെ എന്തെങ്കിലും അവസരത്തിന് വേണ്ടിയിട്ടായിരുന്നു ഉണ്ടായിരുന്ന സ്ഥലമായിരുന്നു. അപ്പോൾ അവിടെ ചെയ്ത് കഴിയുമ്പോൾ മറ്റു കുട്ടികൾക്ക് അത് ബുദ്ധിമുട്ടാവും. അവർ ഒരുപക്ഷെ ചേച്ചിമാരുടെ കംപ്ലയിൻറ്റ് പറഞ്ഞിരിക്കാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെന്നെ അറിയിച്ചത്. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ അവരോട് പറയേ താഴെ അവരുടെ മഹലിൽ പോയി ചെയ്യൂ എന്ന് പറയൂ. ഇനിയിപ്പോൾ അല്ലെങ്കിൽ കുട്ടികൾ എൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു വിടൂ, ഞാൻ അവരുടെ അത്തരത്തിൽ സംസാരിക്കാം എന്നാണ് പറഞ്ഞത്. അവരെൻ്റെ അടുത്ത് വന്നു. അപ്പോൾ അവർ ഈ ആവശ്യം എന്നോട് ഉന്നയിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് അവിടെ പോകുന്നതാണല്ലോ നല്ലത്, തൊട്ടടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് ഉച്ചസമയമായതുകൊണ്ട് ഒരു പക്ഷേ സമയം കുറവാണല്ലോ, ഭക്ഷണം കഴിച്ച് വരുമ്പോഴേക്കും പ്രാർത്ഥനയും കഴിഞ്ഞ് ഒരു സമയം വൈകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, മറ്റു കോളേജുകളൊക്കെ 3/4 മണിക്കൂറാക്കിയാണ് അല്ലെങ്കിൽ 45 മിനിറ്റാണ് ഉച്ചത്തെ ഇൻ്റർവെല്ലുള്ളൂ. ഇവിടെ 1 മണിക്കൂർ സമയമുണ്ട്. ഇനി എങ്ങാനും നിങ്ങൾക്ക് പോയിട്ട് 5-6 മിനിറ്റ് ഇനി ഏതെങ്കിലും ദിവസം അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ HOD നിങ്ങൾ പറയൂ, അറ്റൻഡൻസ് നഷ്ടപ്പെടാതെ നമുക്കത് സൂക്ഷിക്കാമല്ലോ, അത് നമുക്ക് ശ്രദ്ധിക്കാം, അങ്ങനെ നമുക്ക് സഹകരിക്കുന്നതിന് ബുദ്ധിമുട്ടില്ല എന്ന് കുട്ടികളോട് പറയുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എൻ്റെ അറിവിൽ കോളേജിൽ കൃത്യമായി ഈ കാര്യങ്ങൾ ഡീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് പിന്നെ അവിടെ നിന്ന് ഇത് മൊത്തം ഈ പറഞ്ഞ ചാനൽ ചർച്ചകളിലേക്ക് വരുമ്പോഴാണ് കാര്യങ്ങൾക്കൊരു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം, പണ്ടത്തെ പോലെ അല്ല കാര്യങ്ങൾ. ഓക്കെ, ഇവിടെ ഹിന്ദുവിനും സ്വന്തം ചാനലുണ്ട്, മുസ്ലിമിനും സ്വന്തം ചാനലുണ്ട്, ക്രിസ്ത്യനും സ്വന്തം ചാനലുണ്ട്. അതായത് റിലീജിയൻ ആൻഡ് മതം കലർന്ന ചാനലുകൾ. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഒരു ഈ പറഞ്ഞ മതം റിലേറ്റഡ് ആയിട്ടുള്ളൊരു ടോപ്പിക്ക് വരുന്ന സമയത്ത് ഈ ക്രിസ്ത്യൻ ചാനലുകളിൽ ഇരുന്ന് അതിഭീകരമായിട്ട് എന്ത് ചെയ്യും, വർഗീയത അടിച്ചുകൊണ്ടിരിക്കും. കുറേ ഇപ്പുറത്ത് നോക്കി കഴിയുമ്പോൾ കാണാം കുറേ മറ്റേ മുസ്ലിം ചാനലുകൾ ഇരുന്നിട്ട് മതപണ്ഡിതന്മാർ അവരും ഇരുന്ന് വർഗീയത അടിക്കുന്നത് കാണാം. പിന്നെ കുറച്ചുകൂടി അപ്പുറത്ത് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കാവി ടീമുകൾ കുറേ ഇരുന്ന് അവരും ഇരുന്ന് വർഗീയത അടിക്കുന്നത് കാണാം. അത് എവിടെയെങ്കിലും ഒരു ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ പ്രശ്നം ഉണ്ടായി എന്ന് കേട്ട് കഴിഞ്ഞാൽ ചാടിക്കേറി മൈക്ക് കൊടുത്ത് വന്ന് അല്ലെങ്കിൽ ചാനലുകൾ വന്ന് അല്ലെങ്കിൽ സ്വന്തം ചാനലിൽ വന്നിട്ട് ഈ സാധനത്തിനെ മാക്സിമം എത്ര ഫ്യൂവൽ ചെയ്യാൻ പറ്റുമോ അത്രയും ഫ്യൂവൽ ചെയ്തിട്ട് പോകും. മനസ്സിലായോ? ഞാൻ പറയുമ്പോൾ അതാണ് തീവ്രവാദം, തീവ്രവാദം എന്നൊക്കെ പറയുന്നത് അതാണ്. മനസ്സിലായില്ലേ? ഈ കുട്ടികൾ എന്ത് കഴിച്ചു, ഈ കുട്ടികളെ ബ്രീഡ് ചെയ്യണം ഇവിടെ.
മതവർഗീയത കുത്തിവെച്ചും തീവ്രവാദം കുത്തിവെച്ചും എല്ലാ മതത്തിലും കുട്ടികളെ ഇവിടെ ബ്രീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതാണ് സത്യത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഈ പറഞ്ഞ കോളേജ് ക്രിസ്ത്യൻ കോളേജിൽ അവർ ക്രിസ്ത്യൻ മാനേജ്മെൻ്റ് ആണെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള പള്ളി കാര്യങ്ങളും സംഭവങ്ങളും ഉണ്ടാവും. അവരൊരിക്കലും ഒരു ഹിന്ദുവിനോ മുസ്ലിമിനോ പോയിട്ട് അവരുടെ ആരാധനാലയങ്ങൾ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിലുള്ള കോളേജിൽ സമ്മതിക്കില്ല. മുസ്ലിം മാനേജ്മെൻ്റ് ഉള്ളിടത്ത് പള്ളിയും കാര്യങ്ങളും മുസ്ലിം കുട്ടികൾക്ക് പ്രാർത്ഥിക്കാണ്ടാവും. അവിടെ ചെന്നിട്ട് ഒരു ഹിന്ദു രാമായണം പാരായണ മാസമാണ്, എനിക്കൊരു റൂം വേണം രാമായണം വായിക്കാമെന്ന് പറഞ്ഞാൽ കൊടുക്കൂ ഇല്ല. അപ്പോൾ ആരും തമ്മിൽ വിട്ടുകൊടുക്കാനോ അവരുടെ മാനേജ്മെൻറ്റിൻ്റെ അടിയിൽ അവരുടേതായിട്ടുള്ള മതപരമായ കാര്യങ്ങൾക്കുള്ള സ്പേസ് അല്ലാതെ വേറെ മതങ്ങൾ അക്യുമുലേറ്റ് ചെയ്യാനോ അവരെ കൺസിഡർ ചെയ്യാനുള്ള ഒന്നും ചെയ്തു കൊടുക്കില്ല. മനസ്സിലായോ? ഇത് വർഷാവർഷം കാലാകാലങ്ങളായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന പരിപാടിയല്ലേ. പിന്നെ കുട്ടികളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കാൻ പോണ സമയത്ത് അറ്റ്ലീസ്റ്റ് കോളേജിൽ നിന്ന് ഈ മതം രാഷ്ട്രീയം അവിടെ വെക്കി. പക്ഷെ രാഷ്ട്രീയം കലർന്ന മതം കലർന്ന രാഷ്ട്രീയമുണ്ട്. മതത്തിൽ നിന്ന് പൊട്ടിമുളച്ച രാഷ്ട്രീയം, മതത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്ന രാഷ്ട്രീയം, അതൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞ് മനസ്സിലാക്കി നിങ്ങൾ തന്നെ വേണം അതൊക്കെ ഇഗ്നോർ ചെയ്ത് സൈഡിൽ ചവിട്ടിയിടാൻ. എന്തിനാണ് കോളേജിൽ പോയിട്ട് എന്ത് ആവശ്യത്തിനാണ് ഈ മതം പറഞ്ഞുള്ള വിവാദങ്ങൾ വരേണ്ടതോ അല്ലെങ്കിൽ ഉണ്ടാക്കേണ്ട കാര്യം എന്താ നിങ്ങൾക്ക്? പഠിക്കാൻ പോയ സമയത്ത് പഠിച്ചിട്ട് പോകണം അല്ലേ? ഈ നാട്ടിൽ നമ്മളെന്താ പറയുക, എല്ലാ മതങ്ങൾക്കും തുല്യമായിട്ടുള്ള കൺസിഡറേഷൻ ഉണ്ട്, എല്ലാ മതങ്ങൾക്കും അവരുടേതായിട്ടുള്ള ഇക്വാലിറ്റി ഉണ്ട് അല്ലേ? പക്ഷേ ഈ പല കാര്യങ്ങളിലും ഇല്ല. പല കാര്യങ്ങളിലും പല മതങ്ങൾക്കും ഒരു അപ്പർ ഹാൻഡ് ഉണ്ട് ഇല്ലേ? അപ്പോൾ ഈ ഒരു കാര്യം ഞാൻ പറയുമ്പോൾ ദയവ് ചെയ്തിട്ട് ഇപ്പോൾ കാസ പോലുള്ള സംഘടനകളൊക്കെ എന്തുവാടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്, ഫേസ്ബുക്കിലൊക്കെ ഇട്ട് നിരത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് ഫ്യൂവലിങ്, ഇതാണ് പ്രോപ്പർ ഫ്യൂവലിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴത്തേക്ക് കാസേൻ്റെ പേജിൽ കണ്ടിട്ടുള്ള ഒരു പോസ്റ്റായിരുന്നു ഞാൻ ഇട്ടത്. കോഴിക്കോട് ജില്ലയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി നമസ്കാരവുമായി ബന്ധപ്പെട്ട് ക്ലാസ് എടുത്തു കഴിഞ്ഞ് 3 പെൺകുട്ടികൾ എഴുന്നേറ്റുന്നു. എന്നിട്ട് പറഞ്ഞു, സാർ ഞങ്ങൾ ഇന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങൾ 3 പേര് ഒരു കലാലയത്തിലാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ആ 3 പേരും പഠിക്കുന്ന ഞങ്ങളുടെ കലാലയത്തിൽ നിസ്കരിക്കാൻ സൗകര്യമില്ല. അതുകൊണ്ട് തന്നെ ളുഹറും അസറും ഞങ്ങൾ നിസ്കരിക്കല്ല. വീട്ടിൽ വന്നിട്ട് പിന്നെ ഞങ്ങൾ മഗ്രിബ് ഇശാക്ക് നിസ്കരിക്കും. ളുഹറും അസറും കലാലയമുള്ള അന്ന് ഞങ്ങൾ നിസ്കരിക്കാറില്ല. അപ്പൊ ഞാൻ അവരോട് കുറച്ച് സംസാരത്തിന് ശേഷം ലാസ്റ്റ് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യണം. നിങ്ങൾ 3 പേരും 3 ക്ലാസ്സിലാണല്ലോ. നിങ്ങൾ നാളെ ളുഹറിന് ശേഷം ഭക്ഷണം കഴിച്ച് എല്ലാവരും സ്വാഭാവികമായി ഉച്ചക്ക് ഇങ്ങനെ നാട്ടുവർത്തമാനങ്ങളോ ഗ്രൗണ്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ നിങ്ങൾ ഒതുണ്ടാക്കുക, വീട്ടിൽ നിന്ന് ചെറിയൊരു ഷാൾ കൊണ്ടുവരാം. 3 പേരും അവനവന്റെ ക്ലാസ്സിൽ നിന്ന് ശാന്തമായി സമാധാനപരമായി ആരും വിളിക്കാതെ ഒന്നും പറയാതെ ഏറ്റവും ക്ലാസിന്റെ ബാക്കിൽ കിബിലക്ക് നേരെയായിട്ട് നിസ്കരിക്കുക. 2-3 ദിവസം കഴിഞ്ഞാൽ പറ്റുമെങ്കിൽ നിങ്ങൾ 3 പേരും ഒന്നിച്ച് ജമാഅത്തായി നിസ്കരിക്കുക. ബാക്കി അള്ളാഹു നോക്കും. സോളെ ആ 3 കുട്ടികൾ ഇൻഷാ അള്ളാഹ് എന്ന് പറഞ്ഞു പോന്നു. അവർ കലാലയത്തിലേക്ക് എത്തി. പിറ്റേ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ പോലെ അവർ ചെയ്തു. 2-ാമത്തെ 3-ാമത്തെ ദിവസമായപ്പോഴേക്കും അവർ ഒന്നിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ആ ഒന്നിച്ച് നിസ്കാരം തുടങ്ങിയതോടുകൂടി ക്ലാസ്സിലുള്ള വ്യത്യസ്തങ്ങളായ കുട്ടികൾ വീട്ടിൽ നിന്ന് ഷാള് കൊണ്ടുവരാൻ തുടങ്ങി. അവർ നിസ്കാരം തുടങ്ങി. ക്ലാസിന്റെ പകുതി നിസ്കാരമായി. ഒരു ക്ലാസിന്റെ 3/4 ഭാഗവും ബെഞ്ചും ഡെസ്കും മാറ്റുന്നുള്ള ളുഹറിന്റെ സമയത്ത് നിസ്കാരമായി. അവസാനം PTA കൂടി അധ്യാപകരും എല്ലാവരും കൂടി തീരുമാനിച്ച് ഞങ്ങളുടെ മക്കൾക്ക് നിസ്കരിക്കാൻ സംവിധാനം വേണമെന്ന് പറഞ്ഞു. ഇന്ന് ആ കലാലയത്തിൽ 150 പെൺകുട്ടികൾക്ക് നിസ്കരിക്കാനുള്ള പള്ളി കയറ്റി. 3 പെൺകുട്ടികൾ അള്ളാഹുവിന്റെ കൂടെ. ഞങ്ങൾ ആരും ഈ കലാലയത്തിൽ ആരും ഒപ്പല്ലെങ്കിലും ഞങ്ങൾ 3 പേരും ദീനിന്റെ മാർഗത്തിൽ നിൽക്കുന്നു പ്രഖ്യാപിച്ചപ്പം അള്ള കൊടുത്ത സമ്മാനാണ്. ആ സമ്മാനത്തിന് നേതൃത്വം നൽകേണ്ടവർ ആ ഹൈസക്കിൽ വന്ന കുട്ടികൾ. നിങ്ങൾ അതിന്റെ മാതൃകയുള്ള ആൾക്കാരാണ്. ഇങ്ങനെ ഒരു പോസ്റ്റ് കാസ കൊണ്ടുപോയിട്ട് അവരുടെ പേജിലിട്ട്. ഓക്കെ, അപ്പം ഇങ്ങനെ എന്താ പറയുക, മതം മാത്രം പറഞ്ഞ് ഇല്ലെങ്കിൽ മതത്തിലൂടെ ഉള്ള പോംവഴികൾ കുട്ടികൾക്ക്, ഇതൊക്കെ ഞാൻ പറയട്ടോ ഒട്ടും ആക്സെപ്റ്റബിൾ ആവുന്നില്ല. ഇപ്പോഴത്തെ സമൂഹത്തിലെ കുട്ടികൾ, യങ് ജനറേഷന് നിങ്ങൾ ഈ പറയുന്ന മതം ബ്രീഡിങ് അവർക്ക് ആക്ച്വലി അറിയാം. അവരൊക്കെ വെയിറ്റ് ചെയ്യുന്നത് എവിടെയാ വെച്ചെങ്കിൽ ഏതെങ്കിലും ഒരു സമയം വരും അവർക്ക് ലൈഫിൽ വീട്ടുകാരുടെ തണലിൽ നിന്ന് മാറിയിട്ട് 10 പേരെടുത്താൽ 8 പേരും എന്ത് ചെയ്യുന്ന പറയും, വീട്ടുകാരുടെ തണലിൽ നിന്നാണ് മാറും, സ്വന്തം കാലിൽ നിൽക്കാനായി എന്നുള്ള അവസ്ഥ വരുമ്പോൾ ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഈ മതം ബ്രീഡിങ്ങും പിന്നെ ഈ മതപരമായിട്ടുള്ള സുനാപ്പികൾ കുത്തിവെക്കുന്നതും നടക്കാത്തതായിട്ടുള്ള ഏതെങ്കിലും ഒരു രാജ്യത്ത് പോയി അവർ സെറ്റിൽ ചെയ്യും. ഓക്കെ, ഇവിടെ ഇപ്പം ഇന്ന് രാവിലെ വീഡിയോ എടുക്കുമ്പോൾ കനത്ത മഴ, നല്ല മഴ, എല്ലായിടത്തും വെള്ളം കയറുന്നുണ്ട്. വയനാട്ടിൽ ഉരുൾപൊട്ടി, മലപ്പുറത്ത് ഉരുൾപൊട്ടി, കോഴിക്കോട് ഉരുൾപൊട്ടി. എന്തെങ്കിലും ഒരു പ്രകൃതി ദുരന്തം ഉണ്ടാകുന്ന സമയത്ത്
ജാതി മതവും മറന്നും മനുഷ്യൻ ഒന്നാവും. പ്രകൃതി ദുരന്തം കഴിയുന്നതോട് കൂടിയിട്ട് ഇതേ മനുഷ്യന്മാർ മതദുരന്തങ്ങളായിട്ട് മാറും. ഇതല്ലേ ഈ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പ്രളയം വരണം, ഒരു ഉരുൾപൊട്ടൽ വരണം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാരക രോഗം പിടിപെടണം മൊത്തം. അങ്ങനെയൊക്കെയാണ് എന്നുണ്ടെങ്കിൽ ജാതിയില്ല മതമില്ല മനുഷ്യനെന്ന് പറഞ്ഞ് സ്റ്റാറ്റസും BGM ഇട്ടിട്ട് ഇവിടെ കുറേ ആൾക്കാർ ഇറങ്ങും. ഇല്ല, കുട്ടികളുടെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ഒരു ചെറിയ മൈനർ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അവരെ പറഞ്ഞ് പഠിപ്പിച്ച് നേരെയാക്കേണ്ട ആളുകൾ എന്ത് ചെയ്യും? മതം ബ്രീഡിങ്ങിൻ്റെ ഭാഗമായിട്ട് അവർക്ക് മാക്സിമം വിദ്വേഷം കുത്തിവെക്കാൻ പറ്റും അത്രയും കുത്തിവെച്ചിട്ട് അവരെ ബ്രീഡ് ചെയ്യാൻ നോക്കും. അതിനിവിടുത്തെ ചാനലുകൾ നല്ല രീതിയിൽ ഫ്യൂൽ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. സോ ദയവേതിൽ ഈ പരിപാടി കാണിക്കരുത്. ഓക്കെ, കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ എൻജോയ് ചെയ്യുക, പഠിക്കുക, തിരിച്ചു പോവുക. മനസ്സിലായോ? കോളേജ് ടൈമും പഠിക്കേണ്ട ടൈമും അതിനു വേണ്ടി മാത്രം മാറ്റി വയ്ക്കുക. നിങ്ങളുടെയൊക്കെ മതത്തിൽ ഇതിനൊക്കെ ഓൾട്ടർനേറ്റീവ് ഉണ്ട്. മനസ്സിലായില്ലേ? മതപരമായുള്ള ചടങ്ങുകളും കാര്യങ്ങളും പഠിത്തത്തിൻ്റെ സമയത്ത് മാറ്റി വെച്ചിട്ട് ഇതൊക്കെ വേറെ സമയത്ത് ചെയ്യാം. പഠിക്കേണ്ട സമയത്ത് പഠിക്കുക. അല്ലെങ്കിൽ ഈ മതം പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വയറ് അറിയില്ല. മതം പുഴുങ്ങി തിന്നു കഴിഞ്ഞാൽ വീട്ടിൽ എന്ത് ചെയ്യും? പട്ടിണി മാറൂല. പിന്നെ എല്ലാം മതം വിറ്റ് ജീവിക്കാൻ എല്ലാവരും ഇറങ്ങണം. അതിന് ജീവിക്കുന്നവരുണ്ട്, അവർക്ക് നടക്കും. അത് എത്ര ആൾക്ക് നടക്കും? നാട്ടിലെ എല്ലാവരും മതം വിറ്റ് ജീവിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നടക്കില്ല. ഓക്കെ, അപ്പം ഇങ്ങനത്തെ പരിപാടികൾ കോളേജിലൊന്നും കാണിക്കാതിരിക്കുക.